ചേർത്തലയിൽ എൻ ഗോവിന്ദക്കുറുപ്പിൻ്റെയും ശോഭനയുടെയും മകനായി ജനിച്ചു. മഹാരാഷ്ട്ര ശ്രീ രാംദേവ് ബാബ കമല നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ മൈനിങ്ങിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി. സെയിൽസ്മാനായി ജോലി ചെയ്യുമ്പോൾ ആദ്യ സിനിമയിലേക്കുള്ള അവസരം തേടി വന്നു. 2005 ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തെത്തിയ സൈജു കുറുപ്പ്. എൻട്രി എയർടെല്ലിൽ സെയിൽസ് മാനേജറായിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എയർടെല്ലിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീ MG ശ്രീകുമാറിനെ കാണാൻ പോവുകയും അദ്ദേഹം എന്നെ കണ്ട് അന്ന് ഹരിഹരൻ സാറിൻ്റെ പടത്തിൽ ഹീറോയും ഹീറോയിനെയും അന്വേഷിച്ച് നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഹരിഹരൻ സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഒരു ഹീറോ ലുക്കും വില്ലൻ ലുക്കും കലർന്ന ഒരു ലുക്കുള്ള ഒരാളെയാണ് വേണ്ടത്. അപ്പം MG ശ്രീകുമാർ സാറിന് ഒരു പക്ഷേ എൻ്റെ ലുക്സിൽ ചിലപ്പം ആ ഒരു ലുക്ക് ഫീൽ ചെയ്ത് കാണും. അങ്ങനെ അദ്ദേഹം ആണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്നെ സെലക്ട് ചെയ്തു. അന്ന് കുറേ ആക്ടേഴ്സിനെയൊക്കെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഒരു ആഹ്ലാദം തോന്നി. ആദ്യമായിട്ടാണ് ഇത്ര ആക്ടേഴ്സിനെയൊക്കെ നമ്മൾ അടുത്ത് കാണുന്നത്. അന്ന് കുറച്ച് നെടുപടി ഓണിച്ചേട്ടൻ, പിന്നെ ബാബു നമ്പൂതിരി ചേട്ടൻ, അപ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇത് തോന്നി. എന്ന് പറഞ്ഞാൽ ഇപ്പം ഹരിഹരൻ സാറിനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഹരിഹരൻ സാറിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ഹരിഹരൻ സാറിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സോ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഹരിഹരൻ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കൊരു ആഹ്ലാദം ഫീൽ ചെയ്തില്ല. അല്ല, ഹരിഹരൻ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇദ്ദേഹത്തിൻ്റെ മുഖം എനിക്കറിയില്ല. പക്ഷേ ഇപ്പം നെടുപടി മണിച്ചേട്ടനായാലും ബാക്കിയുള്ള ആർട്ടിസ്റ്റൊക്കെ നമുക്ക് അറിയാമല്ലോ, ഇവരുടെയൊക്കെ എത്ര പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഭയങ്കര ഒരു ആഹ്ലാദം തോന്നിയായിരുന്നു. പിന്നെ ഈ ക്യാമറ എടുത്ത് അവിടെ വെച്ചിട്ട് അവർ മറ്റേ മീറ്റർ റീഡിങ് എടുക്കുന്നു. ഇതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. എന്താണ് ഇവർ ചെയ്യുന്നത്? വെറുതെ ഒരു ഇത് കൊണ്ട് വച്ചിട്ട് ഇപ്പോഴാണ് മനസ്സിലായി ലൈറ്റിൻ്റെ റീഡിങ് എടുക്കുകയാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ചേഞ്ച് ആയിട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഷോട്ട് പക്ഷേ അത് സിനിമയിലില്ല. ഫസ്റ്റ് ഷോട്ട് എടുത്തത് അതിനകത്തൊരു സീനുണ്ടായിരുന്നു. ആക്ച്വലി അത് പിന്നെ ഷൂട്ട് ചെയ്തില്ല. അതിനു വേണ്ടിയുള്ളൊരു ഷോട്ടായിരുന്നു. ഞാൻ പുറത്ത് അമ്മയച്ഛനും സംസാരിക്കുന്നത് ഞാൻ അകത്തെൻ്റെ റൂമിലിരുന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നതായിട്ട്. ഹരിഹരൻ സാറൊരു മാഷല്ലേ. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാൻ വന്നുകൊണ്ടാണ് എനിക്ക് ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റിയതും. പിന്നെ ഞാൻ ഒരിക്കലും സ്റ്റേജിലൊന്നും കയറി ആക്ടിങ്ങൊന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ. മറ്റേ ടാബ്ലോയിൽ പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല. ടാബ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റാച്ചു ആയിട്ട് കർട്ടൻ തുറക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാച്ചു ആയിട്ട് നിൽക്കും, കർട്ടൻ അതേപോലെ അടിക്കുകയും ചെയ്യും. അതിൽ പോലും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. പക്ഷേ ഹരിഹരൻ സാർ എന്നെ മോൾഡ് ചെയ്തെടുത്തെന്ന് തന്നെ പറയാം. എൻ്റെ അപ്പിയറൻസ് വെച്ച് എന്നെ സെലക്ട് ചെയ്യുകയും പിന്നെ അദ്ദേഹത്തിന് റോ മെറ്റീരിയലാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞായിരുന്നു, ഇങ്ങനെ റോ മെറ്റീരിയൽ കിട്ടിയാൽ മോൾഡ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഓരോ ഏരിയാസ് പറഞ്ഞു തന്നു. എങ്ങനെയൊക്കെയാണ് ഇപ്പം ഒരു അച്ഛനമ്മയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ നോർമലി എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് അതേപോലെ അങ്ങ് സംസാരിച്ചാൽ മതി. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പടങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ കുറേ കാലം വരെ ഹരിഹരൻ സാർ എങ്ങനെയാണ് ഈ ഡയലോഗ് അല്ലെങ്കിൽ ഈ സീൻ അഭിനയിച്ച് കാണിച്ച് തരുന്നത് എന്ന് ഞാൻ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്കൂളിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഇപ്പം കുറേയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ആ ഒരു ട്രാക്കിലേക്ക് ഒരു 50% ഞാൻ വീണിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പരിക്കില്ലാണ്ട് ഒരു സീൻ ചെയ്യാൻ പറ്റും. മമത വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഈ ഫസ്റ്റ് ഡേയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും ഹരിഹരൻ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതാണ് നമ്മുടെ നായിക. മമതയായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും മമതയും പുതിയൊരു ആളായിരുന്നു ആ സമയത്ത്. ഈ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽ ആയിരുന്നു. അപ്പം ഹരിഹരൻ സാറിൻ്റെ ഒരു സ്കൂളിൽ എന്നെയൊക്കെ മോൾഡ് ചെയ്ത പോലെ മമതയും മോൾഡ് ചെയ്യാൻ സാധിച്ചു ഹരിഹരൻ സാറിന്. അപ്പോൾ നമ്മൾ തമ്മിലുള്ളൊരു ഫസ്റ്റ് ഡേ തുടങ്ങിയൊരു ഫ്രണ്ട്ഷിപ്പ് ത്രൂ ഔട്ട് ദ ഫിലിം നമ്മൾ ഹെൽപ്പ് ചെയ്തു. പല സീൻസും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇമോഷണൽ സീൻസ് ആയാലും റൊമാൻറ്റിക് സീൻസ് ആയാലും പാട്ടുകൾ ചിത്രീകരിക്കുമ്പോഴൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മമത അന്ന് പുതുമുഖമായി ഞാനും പുതുമുഖമായിരുന്നുകൊണ്ട് നമ്മൾ തമ്മിൽ ബാരിയേഴ്സ് ഒന്നുമില്ലായിരുന്നു. ഒരുപക്ഷെ ഈ പടത്തിൽ ഒരു ഫേമസ് ഹീറോയിനും ഞാനൊരു പുതുമുഖ നടനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു ബാരിയർ ഉണ്ടായേനെ. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ക്ലൗഡ്, ഈ ഒരു ക്ലൗഡ് കാണും. അത് അവരുണ്ടാക്കുന്നതല്ല, പക്ഷെ നമ്മൾ തന്നെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു സാധനമാണ്. ഇവർ എസ്റ്റാബ്ലിഷ്ഡ് ഒരു വലിയ ആക്ട്രസ്സാണ്. അപ്പം ഇവരുമായിട്ട് എങ്ങനെ അടുക്കും നമ്മളെന്നുള്ളൊരു സാധനം നമ്മൾ തന്നെ ഉണ്ടാവും. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, പക്ഷേ സ്വാഭാവികമായിട്ട് അത് വരുന്നതാണ്.
അപ്പോൾ അത് ഉണ്ടായിരുന്നില്ല. ഉണ്ണികേശവൻ ഒരു കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിലും അല്ലെങ്കിൽ സിറ്റിയിലാണെങ്കിലും ഇങ്ങനത്തെ ഒരാളെ എല്ലാ ആൾക്കാരും കണ്ടു കാണും. ഇങ്ങനത്തെ ഒരു മകൻ ഏതൊരു വീട്ടിലും കാണും. അതായത് നമ്മൾ ഇപ്പം ആണുങ്ങൾക്കൊക്കെ മനസ്സിലാവും, പെൺകുട്ടികൾക്ക് അവർക്ക് ആങ്ങളമാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഒരു ടീനേജൊക്കെ എത്തുമ്പോഴത്തേക്കും പലപ്പോഴും ആൺപിള്ളേർക്ക് അച്ഛനുമായിട്ടായിരിക്കും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അമ്മയായിട്ട് അത്ര ഉണ്ടാകാറില്ല. എന്ന് പറഞ്ഞാൽ അമ്മമാർ കുറേയൊക്കെ ആൺപിള്ളേരെ സപ്പോർട്ട് ചെയ്ത് അവർ പറയുന്നത് തെറ്റാണെങ്കിലും അത് വേറെ രീതിയിൽ സ്നേഹത്തോടെയൊക്കെ പറഞ്ഞു മനസ്സിലാവും. പക്ഷേ അച്ഛന്മാർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അതായത് ഒരു റിബൽ ടൈപ്പ് ഒരു ക്യാരക്ടറായിരുന്നു ഉണ്ണികേശവൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ. അശ്വാരൂഢൻ എന്ന് പറഞ്ഞ പടത്തിലാണ് ഞാൻ ഏറ്റവും ആദ്യം ഡബ് ചെയ്യുന്നത്. ആക്ച്വലി എന്താ പറ്റിയെന്ന് വെച്ചാൽ മയൂഖത്തിൽ ഒരു 13ഓളം ന്യൂ ഫേസസ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഹരിഹരൻ സാർ ലൊക്കേഷൻ വെച്ച് പറയുമായിരുന്നു, പുതുമുഖങ്ങളിൽ സൈജു മാത്രം സൈജുവിൻ്റെ ഡബ് ചെയ്യും, അവൻ്റെ സൗണ്ട് ഈ ക്യാരക്ടറിന് ഓക്കെയാണ്, ബാക്കിയൊക്കെ നമുക്ക് അപ്പം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഷൂട്ടിങ്ങിന് തന്നെ ഒരു 2 മാസത്തോളം ഞാൻ ലീവ് എടുത്തായിരുന്നു. അതിനൊന്ന് എയർടെല്ലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കല്യാണം ഉടനെ ഉണ്ടായിരുന്നു. അതിനൊരു 2 ആഴ്ച വീണ്ടും ലീവ് എടുത്തു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പിന്നെ ലീവ് പെട്ടെന്ന് കിട്ടാൻ പ്രയാസമാണ്. സാറ്റർഡേ സൺഡേ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ഡബ്ബിങ്ങിന് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഓൾറെഡി നമ്മൾ സ്റ്റുഡിയോ ബുക്ക് ചെയ്തിരുന്ന കാരണം സാറ്റർഡേ സൺഡേ ഒക്കെ ജഗതി ചേട്ടനും സായികുമാർ ചേട്ടനൊക്കെ ഓൾറെഡി അവരൊക്കെ വരുമെന്ന് അവരുടെ ഡേറ്റ്സ് കിട്ടിക്കഴിഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് വീക്ക് ഡേയ്സേ പോയി ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് ഒഴിവില്ല. അപ്പോൾ പിന്നെ വേറൊരാൾ ഡബ് ചെയ്തു, ഹരിശാന്തനെ ഡബ് ചെയ്തത്. പക്ഷേ വന്നു എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഹരിഹരൻ സാർ പറഞ്ഞിട്ട് നേരെ വിപരീതമാണ് സംഭവിച്ചത്. ഞാൻ മാത്രം എൻ്റെ ഡബ് ചെയ്തില്ല, ബാക്കിയുള്ള പുതുമുഖങ്ങളൊക്കെ അവനവൻ്റെ വോയിസ് കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഹരിഹരൻ സാർ പറഞ്ഞു, എടാ കുഴപ്പമില്ല, ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റില്ല, അടുത്ത പടം തൊട്ട് നീ തന്നെ ചെയ്താൽ മതി, ഇതിൻ്റെ വോയിസിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അടുത്ത പടത്തിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ലൈനിലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. 3ാമത്തെ പടം അശ്വാരൂഢൻ ഞാൻ ജയരാജ് സാറിൻ്റെ പറഞ്ഞ്, ജയരാജ് സാർ പറഞ്ഞ് നീ നിൻ്റെ വോയിസ് തന്നെ യൂസ് ചെയ്താൽ മതി. അങ്ങനെ ജയരാജ് സാർ ഒരു കോൺഫിഡൻസ് കാണിച്ച് അങ്ങനെയാണ് അശ്വാരൂഢനിൽ ഡബ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ 2 പടം ഒഴികെ ബാക്കി ഈ പറഞ്ഞ 30 പടങ്ങളോ എല്ലാത്തിലും ഞാൻ തന്നെ ഡബ് ചെയ്തത്. ഫസ്റ്റ് സോങ് കാറ്റിന് സുഗന്ധമാണ് ഇഷ്ടം, ദാസേട്ടൻ പാടിയ പാട്ടാണ് ഷൂട്ട് ചെയ്തത്. ഐ മീൻ ഒറ്റടിക്ക് ഓരോ സോങ് ഷൂട്ട് ചെയ്യുന്നൊരു പതിവല്ല ഹരിഹരൻ സാർ. ഹരിഹരൻ സാർ സീൻസ് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബിറ്റ് ഷൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വൈറ്റ് ജുബയും വൈറ്റ് മുണ്ടൊക്കെ എടുത്ത് തുടക്കം തന്നെ കാറ്റിന് സുഗന്ധമാണിഷ്ടം ഈ ലിറിക്കാണ് ഷൂട്ട് ചെയ്തത്. അത് നന്നായിട്ട് വന്നതായിരുന്നു എന്ന് വിചാരം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം അത് കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നന്നാകാമെന്ന് തോന്നുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയിരുന്നു. ആ ഫസ്റ്റ് ഷോട്ടിൻ്റെ ഒരു എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഞാൻ മയൂഖത്തിൻ്റെ ആദ്യമായിട്ട് വായിച്ചത്. അത് വേറെ അതിൻ്റെ മുമ്പ് തിരക്കഥയൊന്നും വായിച്ചിട്ടില്ല. സിനിമകൾ കാണുന്നതല്ലാണ്ട് തിരക്കഥയെ പറ്റിയൊന്നും വലിയ നോളജൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും കുറേ ലിമിറ്റഡ് നോളജസാണ് ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും കുറേ അധികം തിരക്കഥ വായിച്ചിട്ടില്ല. ആദ്യം വായിച്ചത് മയൂഖത്തിൻ്റെ തന്നെ. ആദ്യ സിനിമ തിയേറ്ററിൽ ഞാൻ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. അതിനൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. അത് ഓഡിയൻസ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഓർത്തിട്ടുള്ളൊരു ധൈര്യക്കുറവായിരുന്നില്ല. പക്ഷേ ഒന്ന് റിലീസിങ് ഡേയുടെ ദിവസം വർക്കിംഗ് ഡേ ആയിരുന്നു, ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ശ്രദ്ധ തിയേറ്ററിലാണെങ്കിൽ പോലും പക്ഷേ എനിക്ക് തിയേറ്ററിൽ പോകാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിയേറ്ററിൽ പോയി പ്രസ്സിന് വേണ്ടിയിട്ടൊരു ഷോ ഇട്ടപ്പോഴാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് എത്രയോ പടങ്ങൾ ഞാൻ അഭിനയിച്ചത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പലരും അപ്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിൽ മാത്രം ആ ക്യാരക്ടർ കണ്ടിട്ട് ഞാൻ വില്ലനായിരുന്നു. മുല്ലയിൽ ഒരു ആൾ വളരെ ഇതായിട്ട് പ്രതികരിച്ചു സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും. ക്യാരക്ടറിൻ്റെ പേരും പറഞ്ഞു CI ഭരതൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തത്, വില്ലനാണ്. അപ്പം ഈ ഞാൻ കുറച്ച് മുമ്പിലായിരുന്നത് സരിത തിയേറ്ററിൽ എറണാകുളത്ത് പുറകിലിരുന്ന ഒരാൾ, അയാൾ ചിലപ്പോൾ ആദ്യമേ കണ്ടു കാണില്ല, അല്ലെങ്കിൽ ഇൻ്റർവെല്ലിൽ ചിലപ്പോൾ എന്നെ കണ്ടു കാണുമായിരിക്കും ഞാൻ അവിടെ ഇരിക്കുന്നത്. ക്രൗഡ് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഞങ്ങളും കാത്തിരുന്നു, ഇയാളും കാത്തിരുന്നു.
ഞങ്ങൾ പിന്നെ ക്രൗഡ് ഇറങ്ങിപ്പോട്ടെ അതുകൊണ്ട് സമാധാനമായിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇയാളെന്നെ ചീത്ത വിളിക്കാനായിരുന്നു തോന്നുന്നത്. ഇറങ്ങിപ്പോളാ CI വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ. പിന്നെ ഭാഗ്യത്തിന് എൻ്റെ കൂട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് പിന്നെ വലുതായിട്ട് ചമ്മിയില്ല.